മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും വനപാലകർക്ക് ഇതുവരെ കാട്ടുപോത്തിനെ കാട് കയറ്റാൻ സാധിച്ചിട്ടില്ല. കുളത്തൂപ്പുഴ 16 ഏക്കർ ജനവാസ മേഖലയിൽ പകൽ സമയത്ത് കാട്ടുപോത്ത് കൂട്ടമായി എത്തുന്നുണ്ട്. ഇതോടെ പുറത്തിറങ്ങാനാകാത്ത ഭീതിയോടെ വീടിനുള്ളിൽ കഴിയുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ജോലിക്ക് പോകുകയായിരുന്ന വയോധികനെ കുളത്തൂപ്പുഴ ടൗണിന് സമീപത്ത് വെച്ച് കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും വനം മന്ത്രി ഷിബു ബേബി ജോൺ കൊല്ലപ്പെട്ടയാളുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെ വീണ്ടും കൂട്ടമായി എത്തിയ കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഓഫീസിന്റെ സൈഡിലെ കാടുകൾ ഭയങ്കര ശല്യമാണ്. അതിനകത്ത് കാട്ടുപോത്തുകൾ എപ്പോഴും ഏത് സമയം 6 മണിയാകുമ്പോൾ മുതൽ കയറി കംപ്ലീറ്റ് നമ്മുടെ വീടിലെല്ലാം ഭയങ്കര നാശനഷ്ടം, കയ്യാലിയൊക്കെ ഇടിക്കുക, വാട്ടറിൻ്റെ വെള്ളം പോകുന്നതിൻ്റെ കണക്ഷനെല്ലാം വലിച്ചിടുക. ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നാളെ കാട് വെട്ടാമെന്നാണ് പറഞ്ഞത്. ഈ വേദിയിട്ടില്ലെങ്കിൽ ഏത് സമയം പോത്ത് ഇപ്പോഴും ഇന്നലെയും ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. എന്തോ ചെയ്യാൻ 6:30 കഴിഞ്ഞവനെ കതവ് തുറക്കാൻ പോലും ഒക്കത്തില്ല. ഞങ്ങൾക്ക് അതേ അവസ്ഥയാണ് ഞങ്ങൾക്ക്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപോത്തുകൾ കുളത്തൂപ്പുഴ ടൗണിലും പരിസര പ്രദേശങ്ങളിലും വിഹരിക്കുന്നത്. തോട്ടം മേഖലകളിൽ ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ കഴിയുന്നില്ല. ആളുകൾ കൂട്ടമായി പുറത്തേക്കിറങ്ങേണ്ട അവസ്ഥയിലാണ്. ഫെൻസിംഗ് നടപടികൾ നടന്നുവരികയാണെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളെ RRTയുടെ സഹായത്തോടെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം തുടരുകയാണെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കൊല്ലം.